നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹദീസുകൾ ഖുർആനായത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും, പറയും, നമ്മളെ അങ്ങനെ ഓതും, പലതും ചെയ്യാറുണ്ട്. അതിൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും റിഫ്ലക്ഷന് നമ്മുടെ ലൈഫായിട്ടാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, നമ്മുടെ ലൈഫ്, നമ്മുടെ സാഹചര്യങ്ങൾ, അതുവരെയാണ് പലപ്പോഴും നിൽക്കാറുള്ളത്. ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇനി വേറൊരു സാധനം കൂടി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. അതേതാണ്? സോഷ്യൽ മീഡിയ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹദീസുകളായിക്കോട്ടെ, ഖുർആൻ ആയിക്കോട്ടെ, മറ്റേത് അസറുകൾ, കൗലുകൾ, സംസാരങ്ങളൊക്കെ ഇതുമായിട്ടും കൂടി റിലേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഏത് ഹദീസ്, ഉദാഹരണം പറയാം, ഏതെങ്കിലും ഒരു ഹദീസ് പറഞ്ഞു നോക്കി, ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഹദീസ് എടുക്കുക, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമാണ് അതെന്ന് പറയും. അത് എത്രത്തോളം നമ്മുടെ സോഷ്യൽ മീഡിയ, ബുഖാരി ആവട്ടെ, ഇമാം നബിയുടെ 40 ഹദീസ് ആവട്ടെ, നമ്മൾ ഇമാം നബീന്റെ 40 ഹദീസ് റമദാനിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അന്ന് നമ്മളിങ്ങനെ സുബീക്കേശ ഉസ്രയിൽ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്ത് എവിടെയോ എത്തിപ്പോയി. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച ഹദീസാണല്ലോ, പക്ഷേ അന്ന് വരെ ഇല്ലാത്ത കുറേ ഇൻസൈറ്റ്സ് കിട്ടി. പക്ഷെ ഈ എപ്പിസോഡിന് വേണ്ടി നമ്മൾ പിന്നെയും പഠിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ഒരു വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള സാധനം എന്താ വെച്ചാൽ, നമ്മളിതൊക്കെ കേട്ട ഹദീസുകളാണ്, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പിന്നെയും കുറേ സാധനം കിട്ടുകയാണ്. നമ്മളെ ഇൻറ്റൻഷനെ കുറിച്ച്, നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ എന്തിനു ഫോളോ ചെയ്യണം, എന്തിനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോക്കസ് എന്താണ്, നമ്മൾ എന്തിനാണ് ആ പണി എടുക്കുന്നത്, നമ്മളൊരു കമന്റ് ഇടുന്നത് എന്തിനാണ്, സ്റ്റോറി ഇടുന്നത്. ഏറ്റവും കൂടുതൽ സ്കെയർ നമുക്കാണ് പോഡ്കാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇത് ഭയങ്കര ഭയാനകമാണ്. ഓരോ ഹദീസുകളും നമ്മളെ ലൈഫുമായിട്ടും നമ്മുടെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതല്ല. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഹദീസൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറേ കഥകൾ വെക്കും, പഴയ കുറേ കഥകൾ, പ്രവാചകന്മാരെ അല്ലെങ്കിൽ സഹാബാക്കളുടെ പണ്ഡിതന്മാരെ കഥകളൊക്കെ വെക്കും. പോട്ടെ, നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് എന്താണ് ഒരു തരത്തിൽ നമ്മൾ അതിനെ ബന്ധിപ്പിക്കുന്നില്ല. ഞാൻ ഇത് നമ്മളിപ്പോൾ എപ്പിസോഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണക്ട് ആക്കാൻ പറ്റുമല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ആദ്യമായിട്ട് അത്തഹൂർ ശത്രുൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസില്ലേ, അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഈ റമദാനിലാണ് മറ്റേ നമ്മളെ ആദിൽ ഇർഫാൻ അത് എടുത്തപ്പോഴാണ് ഈ തൊഹാറത്ത് ഹദീസിലുള്ള തൊഹാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധി മാത്രമല്ല, മാനസികമായിട്ടും കൽബ് അതൊക്കെ ഉണ്ട് എന്നുള്ള ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. ആദ്യമായിട്ട് അങ്ങനെ പാടില്ലല്ലോ. കാരണം തൊഹാറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുള്ള തൊഹാറത്തല്ലേ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ആലോചിച്ച് നോക്കാം. ഇപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇടങ്ങാറ് തോന്നില്ല. അതായത് ഇടങ്ങാറ് ഞാൻ മെയിൻ്റെ ആക്കല്ല, എന്നാലും പോലും നമുക്ക് ഉണ്ടാവില്ല ഒരു ടൈപ്പ് ഓഫ് ഡിസ്ട്രെസ്. ലൈക്ക് നമ്മളിങ്ങനെ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പോൾ ഒക്കെ തീരും. നമ്മളൊരു പോസ്റ്റ് ഇട്ടു, അതിനെ നമ്മൾ എന്ത് സെൻസിലാണോ അതിനെ പബ്ലിക് ആക്കിയത് ആളുകൾ ചിലപ്പോൾ വേറെ പലതും ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ആൾക്കാർ കമൻ്റ് ഇടും, പലതും പറയും. അപ്പോൾ ഞാൻ റബ്ബേ ഇതെന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ആ കമൻ്റ് ഇടുന്ന ഒരാൾ, അങ്ങനെ ഒരു ഹെയ്റ്റ് കമൻ്റ് ഇടുന്ന ഒരാൾ നമ്മളെ മുമ്പിൽ വന്നാൽ സംസാരിക്കുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും പറയൂല. ഇപ്പോൾ സോഷ്യൽ മീഡിയക്ക് കയറുമ്പോൾ ആളുകളുടെ മൊത്തം കമ്മ്യൂണിക്കേഷൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഓക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നോക്കാമല്ലോ, എങ്ങനെയാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ അതിൻ്റെ എല്ലാ മട്ടും ഭാവവും പടച്ചോനും റസൂലും നമുക്ക് ഇങ്ങനെ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവാരാന്ന്. വജഅല ലക്കുമുസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. പടച്ചോനാണ് ഈ കണ്ണും മൂക്കും കാതൊക്കെ തന്നത്. ഇനി എങ്ങനെയാണ് ആ കണ്ണും മൂക്കും കാതും എങ്ങനെയാണ് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതും പഠിപ്പിച്ചെന്ന് പടച്ചോനാണ്. അല്ലമഹുൽ ബയാൻ. ആ ബയാനുള്ള കഴിവ് തന്നത് പടച്ചോനാണ്. ഇനി അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ എങ്ങനെ ബയാൻ ചെയ്യണം, അതും വഖൂലു ഖൗലൻ സദീദ, അങ്ങനെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് റസൂൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മാതൃകയായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷമായിൽ മുഹമ്മദിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് റസൂലിനോട് ഒരാൾ സംസാരിക്കാൻ വരും, ഇപ്പോൾ ഈവൻ റസൂലിൻ്റെ ഭാര്യ ആവട്ടെ, റസൂലിൻ്റെ കൂട്ടുകാരാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആര് സംസാരിക്കാൻ വന്നാലും റസൂല് അവർക്ക് ഫുള്ളായിട്ട് അറ്റൻഷൻ കൊടുക്കും. അതായത് ഫേസ് മുമ്പോട്ട് അവരെ മുഖത്ത് നോക്കി സംസാരിക്കും. ഫേസ് മാത്രമല്ല, ഇപ്പം ഇങ്ങനെ നിൽക്കുക മാത്രമല്ല, മൊത്തം ബോഡി അവരിലേക്ക് ലീൻ ചെയ്തിട്ട് അവരെ ലിസൺ ചെയ്യും. ഇപ്പോൾ പോഡ്കാസ്റ്റിൽ നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരാളെത്ര മണിക്കൂറും കേട്ടിരിക്കാനുള്ള എനിക്കൊന്നും തീരെ കഴിയാതിരുന്ന സാധനം. നമ്മളെപ്പോഴും നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഒരാളോട് സംസാരിക്കുമ്പോൾ ഇടയിൽ എത്ര വട്ടം നമ്മൾ ഫോൺ നോക്കുന്നുണ്ടാവും.
അപ്പം നമുക്കിങ്ങനെ നമ്മൾ എന്താ ഒരാളോട് സംസാരിക്കുമ്പോൾ ഉള്ള മര്യാദയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാണിക്കണ മര്യാദ, സലാം പറയണം, ചിരിക്കണം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പഠിച്ച്. സോഷ്യൽ മീഡിയയും ഈ ടെക്നോളജി നമ്മളിലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റാണ്. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി റീവിസിറ്റ് ചെയ്യണം. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ വേറെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇടങ്ങേറുണ്ടല്ലോ, അതേ ഇടങ്ങാറ് തന്നെ ഉണ്ടാവില്ലേ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുന്നത്, വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര റൂഡായിട്ടുള്ളൊരു സാധനമായിട്ട് നമ്മൾ പോലും മനസ്സിലാക്കില്ല. അതിൽ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഒരാളെ പരിഗണിക്കുന്നതിൽ മുമ്പത്തെ കാലത്തൊക്കെ ഇപ്പോൾ വീട്ടിൽ വാപ്പ വന്ന്, അപ്പോൾ വാപ്പ വന്നാൽ നമ്മളെന്താക്കും, ഒന്ന് എണീറ്റിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിഥി വന്നു, ഗസ്റ്റ് വന്നു, അപ്പോൾ നമ്മളൊന്ന് എണീറ്റിക്കും, അല്ലെങ്കിൽ ഓരോന്ന് പരിഗണിക്കും. പക്ഷേ ഈ കാലത്ത് ആ പരിഗണനൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ ഒന്നേ ഫോൺ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇയർഫോൺ അയച്ചു വെക്കുക. അത് ആ പരിഗണനൻ്റെ ഇത് പറയുന്നത്. ഈ മലയാളികളെ കുറിച്ച് പറയല്ലോ, നമുക്ക് മുണ്ടുണ്ടായോണ്ട് സുഖം, മുണ്ട് മടിക്കാട്ടാല് റെഡിയായി. അമേരിക്കയിലൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലാണ്. സ്റ്റാൻഫോർഡിൽ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്, കുറേ വർഷം മുമ്പാണ്. മാർഷ്മെല്ലോ ടെസ്റ്റ് എന്നാണ് ടെസ്റ്റിന്റെ പേര്. വളരെ ഫേമസ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റികളും ആ അർത്ഥത്തിലുള്ള ടെസ്റ്റുകൾ, എക്സ്പെരിമെന്റുകൾ നടത്തലുണ്ട്. ഈ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വാൾട്ടർ മിഷൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഇത് കുറച്ച് ആളുകളുടെ മുമ്പിൽ, കുറച്ച് കുട്ടികളുടെ മുമ്പിൽ, ഒരു 3-4 വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ കുറച്ച് ഫുഡ് ഒബ്ജക്ട്സ് വെച്ചിട്ട് അത് തുടരുത് എന്ന് കൽപ്പന കൊടുക്കുകയെന്ന്. യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ സാധനം. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ ഭയങ്കര രസമാണ്. ഓല് ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നക്കി നോക്കും, ഇവിടെ അവിടെ തന്നെ വെക്കും. ചില ആൾക്കാർ ഇങ്ങനെ പേടിച്ചിട്ട് ഓൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൊബർ കാണിക്കണം. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിങ്ങനെ എടുത്തു നോക്കും, ചില ആൾക്കാർ ഇങ്ങനെ തൊടാൻ വേണ്ടി പോയിട്ട് ഇങ്ങോട്ട് നിൽക്കും. ചില ആൾക്കാർ എന്താണ് ഫുഡ്, ചോക്ലേറ്റ്, അങ്ങനത്തെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, കുറെ ആൾക്കാർ ശ്രമിച്ച് ഇങ്ങനെ നിൽക്കും കഴിയണവരെ. അപ്പൊ അത് ഡിലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ, അപ്പൊ അവിടെ കാത്തു നിൽക്കണവര്. അപ്പൊ ഇതിലൊരു റിസൾട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇവരൊരു 18 വയസ്സായതിനു ശേഷം ഇവരുടെ അടുത്തേക്ക് തിരിച്ചു പോകും. അതായത് ഇവരെ ഈ എക്സ്പെരിമെന്റ് നടത്തിയ കുട്ടികളെ തിരിച്ചു വിളിക്കും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യും. മീൻസ് ഇവരൊന്നും കൂടി അവരുടെ ട്രേഡ്സ്, അവരുടെ റിസൾട്ടുകൾ, അവർ സക്സസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അന്ന് അവിടെ ക്ഷമ പാലിച്ച ആൾക്കാരൊക്കെ എക്സാംസ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും മേഖലകളിലൊക്കെ അവർ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. അന്ന് ക്ഷമ കാണിക്കാതെ ഈ എന്താ പറയുക, ഈ ടെസ്റ്റിൽ ആ ഫുഡ് എടുക്കാൻ ശ്രമിച്ചേ, ടേസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചേ, ഫുള്ളെടുത്ത് കഴിച്ചേ, ഓരൊക്കെ അവരുടെ റിസൾട്ടുകളിൽ ഒരുപാട് ബാക്കിലായിട്ട്, എക്സാം മാത്രമല്ല മറ്റു പല ഏരിയകളിലും ബാക്കിലായിട്ട് കാണുന്നതായിട്ട് ഈ ടെസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു നഴ്സറി കയറി എന്ന് വിചാരിച്ചോളി. ആ നഴ്സറി കയറിയാൽ ഒരാൾ ചെടി വാങ്ങുന്നുണ്ടെങ്കിൽ ഏത് ചെടിയാണ് വാങ്ങുക? ഒരു ഫ്രൂട്ട് ചെടി വാങ്ങുകയെന്ന് വിചാരിച്ചോ, ഏത് ചെടിയാണ് വാങ്ങുക? ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ചെടി. അങ്ങനല്ലേ നഴ്സറികൾ അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ചെടി, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് കായ്ക്കുന്ന ചെടി. പെട്ടെന്ന് നമുക്ക് എല്ലാം കിട്ടണം. നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി ആയിക്കോട്ടെ ഒക്കെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആര് തരുന്നോ അതാണ് അവിടെ ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മള് ലാസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ അംജദ് ഖാന്റെ കൂടെ. നല്ല എന്താ പറയാ, ആൾക്കാർക്ക് നല്ല കണക്ട് ആവുന്ന എപ്പിസോഡും കൂടി അതിന്റെ ഒരു ബാക്കിയും കൂടെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ എപ്പിസോഡിനെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അതിൽ നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ച്, ഈ AI വന്നോട് ടെക്നോളജിയിൽ വന്നപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞിട്ട് അന്ന് അംജദ് പോഡ്കാസ്റ്റിൽ കുറച്ച് സാധനം സംസാരിച്ചുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ശേഷമൊക്കെ നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ ചായക്കടയിൽ ഇരുന്നപ്പോഴും അങ്ങനെ കുറേ നേരം അംജദ് ഇങ്ങനെ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒക്കെ ഇങ്ങനെ അംജദ് കുറേ കിട്ടിയൊരു സാധനം അതാണ്. എപ്പിസോഡിൽ മാത്രമല്ല അതിന് ശേഷവും മുമ്പ് ആയിട്ട് പറയാത്ത കുറേ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ നമ്മള് അതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. അതായത് ഔട്ട് ഓഫ് ടോപ്പിക്കാണ്. അതായത് അംജദ് അന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് ഭയങ്കര ജമ്മായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതായത് ഓക്കെ ഇതൊരു ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻസൈറ്റ് ആയിരിക്കും, പക്ഷെ പോഡ്കാസ്റ്റിലൊന്നും വന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഏത് ഗസ്റ്റ് വരുമ്പോഴും നമ്മളിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യണ ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയാം, അപ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പം വേണ്ട, ഇപ്പം പറഞ്ഞാൽ ഇതിഞ്ഞ് വരില്ല. അപ്പം അന്ന് ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഈ സാധനം നമ്മുടെ മൈൻഡ് സെറ്റ് ആ നിലക്കും അറിയാം. നമുക്ക് ഇപ്പോൾ ഈ ഷോർട്ട് ഫോം കണ്ടന്റിന് അല്ലെങ്കിൽ ഈ റീൽസിനും ഷോർട്സിനും ഇത്ര പ്രാധാന്യം വരാൻ കാരണം എന്താ? വളരെ ഷോർട്ടാണ്. ഒരുപാട് നേരമൊന്നും ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഇരിക്കാൻ കഴിയാത്ത പ്രയാസം അതൊരു വളരെ ട്രൂത്താണ്, ഭയങ്കര ഫാക്റ്റാണ്. ആൾക്കാർക്ക് ഒന്നിനും ഇത് പറ്റുന്നില്ല.